നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മിഖായിൽ താളിന്റെ അതിമനോഹരമായ ഒരു ഗെയിമാണ് പരിശോധിക്കാൻ പോകുന്നത്. നിരവധി സാക്രിഫൈസുകളുള്ള ഈ ഗെയിമിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാനൊന്ന് വ്യക്തമാക്കാം. മിഖായിൽ താളിന്റെ മറ്റൊരു ഗെയിമിൽ എനിക്ക് ഇങ്ങനെ ഒരു കമന്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ കമന്റിൽ ഉദ്ദേശിക്കുന്നത് മിഖായിൽ താളിന്റെ പല കളികളും കളി അറിയാത്തവർക്കെതിരെയാണ് എന്നർത്ഥത്തിലാണ്. പക്ഷെ ഇന്നത്തെ വീഡിയോ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, സാക്ഷാൽ മിഖായിൽ താളിന് പോലും ചെസ്സിൽ അബദ്ധങ്ങൾ സംഭവിക്കും. കളി അറിയാത്തത് കൊണ്ടല്ല, ചില സമയത്ത് അബദ്ധങ്ങൾ സംഭവിക്കുന്നതുകൊണ്ടാണ് പല ഗെയിമുകളും നഷ്ടമാവുന്നത്. നമുക്കിനി നേരെ ഗെയിമിലേക്ക് പ്രവേശിക്കാം. വൈറ്റ് E4 മൂവ് ചെയ്തുകൊണ്ട് ഗെയിം ആരംഭിക്കുന്നു. ഈ മൂവിന് പകരമായി ബ്ലാക്ക് E6 മൂവ് ചെയ്യുന്നു. ഈ ഓപ്പണിങ്ങിനെ നമ്മൾ ഫ്രഞ്ച് ഡിഫൻസ് എന്നാണ് വിളിക്കുക. വൈറ്റ് അടുത്തതായി D4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് D5ലേക്ക് പോണിനെ പുഷ് ചെയ്യുന്നു. ഈ പൊസിഷനിൽ പ്രധാനമായും വൈറ്റിന് 3 തരത്തിലുള്ള മൂവുകളാണുള്ളത്. ഒന്നെങ്കിൽ ഈ പോണിനെ E5ലേക്ക് മൂവ് ചെയ്യിക്കാം, അല്ലെങ്കിൽ ഈ നൈറ്റിനെ C3യിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് ഈ പോൺ ഒരു സപ്പോർട്ട് നൽകാം, അല്ലെങ്കിൽ ഈ നൈറ്റിനെ D2യിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്നും ഈ പോണിന് സപ്പോർട്ട് നൽകാവുന്നതാണ്. പക്ഷെ ഈ 3 മൂവുകൾക്കും അതിൻ്റെതായ പോരായ്മകളുണ്ട്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഓപ്പണിംഗ് ആണെങ്കിൽ പോലും ബ്ലാക്കിന് വളരെ വലിയ രീതിയിലുള്ള സക്സസ് ഈ ഫ്രഞ്ച് ഡിഫൻസ് നൽകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ എതിരഭിപ്രായം ഉണ്ടാവാം. നമുക്ക് ഈ 3 മൂവിന്റെയും പ്രശ്നങ്ങളൊന്ന് ചുരുക്കി ഒന്ന് പറയാം. നമ്മൾ ഒന്നാമത്തെ മൂവായി പറഞ്ഞത് ഈ പോൺ പുഷ് ആണ്. ഇതിന് അഡ്വാൻസ് വേരിയേഷൻ എന്ന് വിളിക്കും. ഇതിന്റെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഓപ്പണിംഗ് ഘട്ടത്തിൽ തന്നെ നമ്മൾ ഒരു പോണിനെ 2 തവണ മൂവ് ചെയ്തതിന് തുല്യമാവും. ഇത് ഓപ്പണിംഗ് പ്രിൻസിപ്പിൾസിന് എതിരാണ്. രണ്ടാമത്തെ ഒരു വിഷയം, ഈ നൈറ്റ് C3യിലേക്ക് വരികയാണെങ്കിൽ ഈ ബിഷപ്പിന് B4ലേക്ക് വരികയും ഇവിടെ ഒരു പിൻ സൃഷ്ടിച്ചെടുക്കാനും സാധിക്കും. അത് മാത്രമല്ല, ഈ നൈറ്റ് C3യിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പോണിന് ഗെയിമിലേക്ക് പ്രവേശിക്കാനും ബുദ്ധിമുട്ടാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പലപ്പോഴും നൈറ്റിനെ D2യിലേക്ക് മൂവ് ചെയ്യിക്കാറുണ്ട്. അവിടെ ഉണ്ടാവുന്ന ഒരു വിഷയം, നമ്മുടെ C1 ബിഷപ്പ് ഗെയിമിലേക്ക് വരാൻ താമസിക്കും എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഏത് ഓപ്പണിംഗ് എടുക്കുകയാണെങ്കിലും അതിന് നല്ല വശവും ചീത്ത വശവും ഉണ്ടാവും. അത് നമ്മൾ മനസ്സിൽ അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. ഈ പൊസിഷനിൽ വൈറ്റ് നൈറ്റിനെ D2യിലേക്ക് കൊണ്ടുവരുന്നു. അടുത്തായിട്ട് ബ്ലാക്കിന്റെ മൂവാണ്. ബ്ലാക്ക് നൈറ്റിനെ F6ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് E5ലേക്ക് പോണിനെ പുഷ് ചെയ്യുന്നു. അതിനുശേഷം നൈറ്റ് D7ലേക്ക് വരുന്നു. അടുത്തായിട്ട് വൈറ്റിന്റെ മൂവാണ്. വൈറ്റ് ബിഷപ്പിനെ D3യിലേക്ക് കൊണ്ടുവരുന്നു. ഇനി അടുത്തതായി ഒരു 10 സെക്കൻഡിനുള്ളിൽ നമുക്ക് ഈ ഫ്രഞ്ച് ഡിഫൻസിന്റെ പോൺ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. അതിനുശേഷം വീണ്ടും ഗെയിമിലേക്ക് തിരിച്ചു വരാം. ഫ്രഞ്ച് ഡിഫൻസിൽ പലപ്പോഴും കാണപ്പെടുന്ന ഒരു പോൺ സ്ട്രക്ചറാണിത്. ഇവിടെ ബ്ലാക്കിന് 2 രീതിയിൽ ഈ പോൺ സെന്ററിനെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഈ ബോർഡ് ഒന്ന് ബ്ലാക്കിന്റെ ഭാഗത്തേക്ക് മാറ്റാം. ഇതിലെ ഒന്നാമത്തെ ആശയം എന്ന് പറയുന്നത്, വൈറ്റിന്റെ ഈ ബാക്കിൽ കാണുന്ന പോണിനെ, ഇതിനെ ബാക്ക് അറ്റാക്ക് എന്ന് വിളിക്കും നമ്മൾ, അതിനെ ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി എപ്പോഴും ബ്ലാക്ക് മൂവ് ചെയ്യുന്നത് C7 പോണിനെ C5ലേക്കാണ്. ഈ ഒരു ബാക്ക് പോണിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. പിന്നെയുള്ള മറ്റൊരു ആശയം എന്ന് പറയുന്നത് ഫ്രണ്ട് സൈഡ് അറ്റാക്ക് ആണ്. അതിനുവേണ്ടി ബ്ലാക്ക് F7 പോണിനെ F6ലേക്ക് മൂവ് ചെയ്യിക്കും. ഇതുപോലെ ഈ പോൺ സ്ട്രക്ചറിനെ ഈ ഒരു രൂപത്തിലും ബ്ലാക്കിന് അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫ്രഞ്ച് ഡിഫൻസ് ആണ് നിങ്ങൾ കളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഈ 2 അറ്റാക്കിംഗ് രീതികളെ പറ്റിയുള്ള ധാരണ ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ കാര്യം ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും ഗെയിമിലേക്ക് തിരിച്ചു വരാം. ഇവിടെ ബ്ലാക്ക് ആണ് മൂവ് ചെയ്യേണ്ടത്. ബ്ലാക്ക് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ബാക്ക് സൈഡ് അറ്റാക്ക് നൽകുകയാണ്. പോണിനെ C5ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെയുള്ള ഈ പോൺ സ്ട്രക്ചർ തകരാതിരിക്കാൻ വേണ്ടി വൈറ്റ് C3യിലേക്ക് പോണിനെ മൂവ് ചെയ്യുന്നു. അടുത്തായിട്ട് ബ്ലാക്ക് നൈറ്റിനെ C6ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റിന്റെ ഈ D4 പോണിനെ ഇപ്പോൾ ഈ 2 പീസുകളും അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. സപ്പോർട്ടിനായി ഒരു പോൺ മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടത്തേക്ക് വീണ്ടും സപ്പോർട്ട് നൽകാൻ വേണ്ടി വൈറ്റ് നൈറ്റിനെ F3യിലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് പോണിനെ വെട്ടിയെടുക്കുന്നു. വൈറ്റും പോണിനെ വെട്ടിയെടുക്കുന്നു. ഇവിടെ ഓൾറെഡി ബ്ലാക്ക് ബാക്കിലൂടെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫ്രണ്ട് സൈഡ് അറ്റാക്ക് നൽകാൻ വേണ്ടി ഈ പോണിനെ F6ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു പോൺ പുഷ് നടത്തി കഴിഞ്ഞാൽ 2-3 കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ബ്ലാക്കിന്റെ E6 പോൺ, ഇതൊരു വീക്ക് പോൺ ആയിട്ട് മാറും. നമുക്കറിയാം, നമ്മൾ ചെസ്സിൽ വീക്ക് പോൺ എന്ന് പറയുന്നത് മറ്റ് പോണുകളുടെ സഹായത്തിൽ നിൽക്കാത്ത പോണിനെയാണ്. ഇവിടെ ബ്ലാക്ക് മനസ്സിൽ കാണുന്നത്, ഈ പോണ് കൊണ്ട് F6 പോണിനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ ഈ നൈറ്റ് ഉപയോഗിച്ച് ഈ പോണിനെ വെട്ടിയെടുക്കുകയും പിന്നീട് ഈ പോണിന് ഈ ബിഷപ്പിന്റെ സപ്പോർട്ട് വരികയും ചെയ്യും. പിന്നീട് ഗെയിം മുന്നോട്ട് പോകുമ്പോൾ ഈ പോണിനെ E5ലേക്ക് കൊണ്ടുവരികയും ഈ പോണിനെതിരെ വീണ്ടും അറ്റാക്ക് നൽകാൻ സാധിക്കുകയും ചെയ്യും. ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്ലാൻ. പക്ഷെ മിഖായിൽ താൾ മറ്റൊരു മൂവാണ് ഇവിടെ നടത്തിയത്. അദ്ദേഹം ഈ നൈറ്റിനെ G5ലേക്ക് കൊണ്ടുവന്ന് സാക്രിഫൈസ് ചെയ്യുന്നു. ഈ ഗെയിമിലെ ഒന്നാമത്തെ സാക്രിഫൈസ് ആണിത്. ബ്ലാക്ക് ആ നൈറ്റിനെ വെട്ടിയെടുക്കുന്നു. പിന്നീട് വൈറ്റ് ക്യൂന് ഉപയോഗിച്ചുകൊണ്ട് H5ൽ ചെക്ക് നൽകുന്നു. ബ്ലാക്ക് G6 പോണിനെ പുഷ് ചെയ്തുകൊണ്ട് ചെക്കിനെ ബ്ലോക്ക് ചെയ്യുകയാണ്. വൈറ്റ് വീണ്ടും ഒരു സാക്രിഫൈസ് ചെയ്യുന്നു. പോൺ കൊണ്ട് വെട്ടിയെടുക്കുന്നു. ക്യൂന് കൊണ്ട് ചെക്ക് നൽകുന്നു. അതിനുശേഷം ബ്ലാക്കിന്റെ കിങ് E7ലേക്ക് വരുന്നു. ഇനിയാണ് നമ്മൾ ഈ ഗെയിമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയത്തിലേക്ക് വരുന്നത്. ഈ വൈറ്റിന് ഇവിടെ ഈ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ പോണിനെ വെട്ടിയെടുത്ത് ചെക്ക് നൽകാനാണ് ആഗ്രഹം. പക്ഷെ നമുക്കറിയാം, അങ്ങനെ സംഭവിക്കണമെങ്കിൽ ആദ്യം ഈ വൈറ്റിന്റെ നൈറ്റ് ഇവിടെ നിന്ന് മാറി നിൽക്കണം. ഇവിടെ 3 സ്ക്വയറുകളിലേക്ക് പ്രധാനമായും ഈ വൈറ്റിന്റെ നൈറ്റിന് മാറി നിൽക്കാവുന്നതാണ്. ഇവിടെ മിഖായിൽ താൾ ഈ നൈറ്റിനെ മൂവ് ചെയ്യിച്ചത് C4
d4ലേക്കാണ്. സത്യത്തിൽ ഇത് മിഖായിൽ താൾ കാണിച്ച വലിയൊരു അബദ്ധമാണ്. നമ്മൾ ഇന്നലത്തെ കമന്റിൽ കണ്ടതുപോലെ മിഖായിൽ താളിന്റെ എതിരാളികൾക്ക് മാത്രമല്ല മിഖായിൽ താളിനും ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണിത്. നമുക്ക് ഇവിടുത്തെ അബദ്ധം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി തൽക്കാലം നമ്മുടെ ചെസ് എഞ്ചിൻ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. നിങ്ങൾ ഇപ്പോൾ കാണുന്നതാണ് ബ്ലാക്കിന്റെ ഏറ്റവും മികച്ച മൂവുകൾ. നമുക്ക് ആ മൂവിലൂടെ ഒന്ന് ചെന്ന് നോക്കാം. ഇവിടുത്തെ ബ്ലാക്കിന്റെ കൃത്യമായ മൂവ് എന്ന് പറയുന്നത് ഈ നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ പോണിനെ വെട്ടിയെടുക്കാം. വൈറ്റ് ഈ നൈറ്റിനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ നൈറ്റ് കൊണ്ട് ഇതിനെ വെട്ടിയെടുക്കാവുന്നതാണ്. ഈ പൊസിഷനിൽ വെച്ച് രണ്ട് രീതിയിൽ ഗെയിമിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഒന്ന് വേണമെങ്കിൽ ഈ ബിഷപ്പ് ഉപയോഗിച്ച് ഇതിനെ വെട്ടിയെടുക്കാം. അപ്പോൾ ബ്ലാക്ക് ഇങ്ങനെ d7ലേക്ക് മാറാൻ സാധിക്കും. ഈ ബിഷപ്പ് ഉപയോഗിച്ച് ക്യൂവിനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന്റെ നൈറ്റിന് g6 ക്യൂവിനെയും വെട്ടിയെടുക്കാവുന്നതാണ്. അതിന് പകരം ഈ പൊസിഷനിൽ ഈ നൈറ്റിനെയാണ് വെട്ടിയെടുക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ക്യൂവിന് ഒരു പ്രശ്നവുമില്ലാതെ d7ലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ ബ്ലാക്കിന് 2 ബിഷപ്പും വൈറ്റിന് 1 ബിഷപ്പ് മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഈ ഗെയിം ബ്ലാക്കിന് വിജയിക്കാവുന്നതാണ്. പക്ഷെ ഈ ഒരു അബദ്ധം മിഖായിൽ താൾ കാണിച്ചെങ്കിൽ പോലും അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ ബ്ലാക്കിന് സാധിച്ചില്ല. ബ്ലാക്ക് ഈ പൊസിഷനിൽ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് h6ൽ വരികയും ഈ പോണിനൊരു സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പ് കൊണ്ട് വെട്ടിയെടുക്കുന്നു, ബ്ലാക്ക് ബിഷപ്പ് കൊണ്ട് വെട്ടിയെടുക്കുന്നു. അതിനുശേഷം വൈറ്റ് g7ൽ ചെക്ക് നൽകുന്നു. ഈ കിങ്ങിന് മാറി നിൽക്കാൻ ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. e8ലേക്ക് കിങ് മാറി നിൽക്കുന്നു. അതിനുശേഷം ഈ നൈറ്റ് ഉപയോഗിച്ച് ചെക്ക് നൽകുകയും വൈറ്റ് ഗെയിം വിജയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഗെയിമിൽ നിന്ന് 2 കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, മിഖായിൽ താളിനും അബദ്ധങ്ങൾ സംഭവിക്കാം. രണ്ടാമത്തെ കാര്യം, നമ്മൾ അബദ്ധം കാണിച്ചു എന്ന് വിചാരിച്ച് ഒരിക്കലും പേടിക്കരുത്. നമ്മുടെ എതിരാളിക്ക് അത് അബദ്ധമാണ് എന്ന് മനസ്സിലാകാത്ത കാലത്തോളം നമ്മൾ സേഫ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പറ്റുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.